കണ്ണൂരിന്റെ മണ്ണിൽ കാലം മറക്കാത്ത ഒരു പേരുണ്ട്. മാങ്ങാട്ടെ കുമരച്ചന്റെയും പരക്കയില്ലത്ത് ചക്കിയമ്മയുടെയും മകനായി ജനിച്ച കുടുംബകലഹങ്ങളാൽ കുടകിലേക്ക് നാടുവിട്ടുപോയ ചെമ്പരത്തി എന്ന പെണ്ണിനെ സ്നേഹിച്ച് വിവാഹം കഴിച്ച ഒടുവിൽ കുടകന്മാരാൽ തന്നെ ചതിക്കപ്പെട്ട് മരണം ഏറ്റുവാങ്ങിയ മന്നപ്പൻ എന്ന യോദ്ധാവ്. കുടകിലെ കതിവന്നൂർ എന്ന സ്ഥലത്ത് വെച്ച് മരണശേഷം ദൈവമായി തിരിച്ചു വന്ന അദ്ദേഹത്തെ അവർ വീരൻ എന്ന് വിളിച്ചു. കതിവന്നൂർ വീരൻ. ജനിച്ച വീട്ടിലും ചെന്നെത്തിയ നാട്ടിലും വിവാഹം കഴിച്ച ആളുടെ അടുത്തുനിന്നും കലഹങ്ങൾ നിറയെ ഏറ്റുവാങ്ങി മരണപ്പെട്ട മന്നപ്പന്റെ ജീവിതം തോറ്റപ്പാട്ടിന്റെ അകമ്പടിയോടെ കത്തിജ്വലിക്കുന്ന തീനാളങ്ങളെ സാക്ഷിയായി കേൾക്കുമ്പോൾ കഥയറിയാവുന്ന എല്ലാവരുടെയും ഉള്ളൊന്നു കാളും. ഇന്ന് മന്നപ്പൻ ഒരു കഥയല്ല, ഒരു വിശ്വാസമാണ്. ഉള്ളൊരുകി പേരെടുത്ത് വിളിക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണ്. ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ. കണ്ണൂർ മംഗലശ്ശേരിയിലെ കുറ്റിക്കോൾ തറവാട്ടിലെ തീയും തീപ്പാറുന്ന പയറ്റുമൊക്കെ നിറഞ്ഞ കതിവന്നൂർ വീരന്റെ ഇതിഹാസ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കതിവന്നൂർ വീരനിലേക്കുള്ള കാഴ്ച നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. തളിപ്പറമ്പിനടുത്ത് കുപ്പം മംഗലശ്ശേരി എന്ന സ്ഥലത്താണ് ഞാനും മിസ്റ്റർ സുരാ ഗീബിയും കൂടെ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു തറവാട്ടിലാണ്. അവിടെ മറ്റേ തൊണ്ടച്ചനും നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ള കണ്ടനാർ കേളനും അതൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. ഇന്നാണ് അവിടെ കതിവന്നൂർ വീരൻ്റെ പടയൊരുക്കം എന്നൊക്കെ തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് നടന്ന് കയറി പതിയെ കാണാം. തുടക്കത്തിലൊരു തോറ്റം പരിപാടിയാണ്, നമുക്കറിയാം, ഈ ദൈവത്തെ ഇങ്ങോട്ട് ആവാഹിക്കുന്ന പരിപാടി. അതൊരു കുട്ടി അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് മെയിൻ പയറ്റ് തുടങ്ങുന്നത് കേട്ടോ. കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി തന്നെ നമുക്ക് കാണാവേ. കണ്ണൂരിൽ നടത്തപ്പെട്ടു വരുന്ന തെയ്യങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഒന്നാണ് കതിവന്നൂർ വീരൻ തെയ്യം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളുണ്ട് ഇതിന്. അതിൽ അവസാന ദിവസം കോലധാരി വ്രതമൊക്കെ എടുത്ത് ഉറക്കം പോലും ഇല്ലാതെ ചെയ്തു തീർക്കുന്ന ഒന്നാണ്. ഇവിടെ നിന്ന് കതിവന്നൂർ വീരന്റെ വേഷം ധരിക്കുന്നത് തെയ്യക്കലാകാരന്മാരിൽ പ്രധാനികളിൽ ഒരാളായ വിനു പെരുവണ്ണനാണ്. ഞങ്ങളൊരു സന്ധ്യാസമയത്താണ് മംഗലശ്ശേരിയിലെത്തിയത്. കുപ്പം നദിയുടെ തീരത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണത്. നമ്മളവിടുന്ന് നടന്ന് കുട്ടിക്കോൾ തറവാട്ടിലെത്തി. കണ്ടിട്ട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു തറവാടാണെന്ന് തോന്നുന്നു. അതിന്റെ മുറ്റത്തൊരു തറയൊക്കെ കൂട്ടിയിട്ടുണ്ട്. ചെങ്ങാതിത്തറ, ചെമ്പരത്തിത്തറ എന്നൊക്കെ അതിനെ വിളിക്കും. അതിന്റെ അരികിലായി തുടങ്ങൽ തോറ്റം നടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തുടങ്ങൽ തോറ്റം പ്രധാന കോലധാരി ആയിരിക്കില്ല കെട്ടുന്നത്, അയാൾ നിർദ്ദേശിക്കുന്ന ആളാവും. ഇവിടെ ഒരു ബാലനായിരുന്നു തുടങ്ങൽ തോറ്റം ചെയ്തിരുന്നത്. കുറേയധികം ചടങ്ങുകളുള്ള ഈ ഒരു തെയ്യത്തിന്റെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഈ തുടങ്ങൽ തോറ്റം. തുടങ്ങൽ തോറ്റത്തിന് ശേഷം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തോറ്റം തുടങ്ങിയായി. അത് ചെയ്യുന്നത് കോലധാരിയായ പെരുവണ്ണാനും കോമരങ്ങളും സഹായികളും ഒക്കെ കൂടെയാണ്. തോറ്റമ്പാട്ടൊക്കെ തുടങ്ങുമ്പോൾ ആളുകളൊക്കെ തടിച്ചുകൂടും. രാത്രിയുടെ നിശബ്ദതയിൽ കത്തിജ്വലിക്കുന്ന തീനാളങ്ങൾക്കിടയിലൂടെ ദൈവക്കരുവായി മാറിയ കതിവന്നൂർ വീരന്റെ ജീവിതകഥ അവിടെ കൂടി നിന്നവരുടെ മനസ്സിലേക്ക് ഇറങ്ങും. കണ്ണൂർ മാങ്ങാട്ട് കുമരച്ചന്റെയും പരക്കയില്ലത്ത് ചക്കിയുടെയും മകനായിട്ടാണ് മന്നപ്പൻ ജനിച്ചത്. കാലങ്ങളായി മക്കളില്ലായിരുന്നവർക്ക് ചുഴലി ഭഗവതിയുടെ അനുഗ്രഹത്താൽ ജനിച്ച പുത്രൻ. മകം നക്ഷത്രത്തിൽ പിറന്ന മന്നപ്പൻ. ചെറുപ്പകാലം തൊട്ട് തന്നെ ആയോധനകലയിലും വേട്ടയാടലിലുമൊക്കെയായിരുന്നു മന്നപ്പന്റെ താല്പര്യം. കൂട്ടുകാർക്കൊപ്പം കളിച്ചും വേട്ടയാടിയുമൊക്കെ നടന്ന മന്നപ്പൻ പ്രമാണിയായ അച്ഛൻ്റെ ഇഷ്ടങ്ങൾക്കൊപ്പം അല്ലായിരുന്നു ജീവിച്ചത്. ജോലിയൊന്നും ചെയ്യാതെ കളിച്ചു നടന്ന മന്നപ്പനെ നേർവഴിക്ക് നടത്താൻ കുമരച്ചൻ കുറേയധികം ശ്രമിച്ചു. അതൊക്കെ പരാജയപ്പെട്ട ദേഷ്യത്തിൽ മകന് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കരുതെന്ന് ചക്കിയമ്മയുടെ അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ സ്നേഹനിധിയായ മാതാവ് അച്ഛനറിയാതെ മകന് ചോറും പാലും ഒക്കെ നൽകി. ഇത് കണ്ടുവന്ന കുമരച്ചൻ കലി പൂണ്ട് മന്നപ്പന്റെ വില്ലെടുത്ത് ചവിട്ടി ഒടിച്ച് കിണറ്റിലിട്ടു. തന്റെ എല്ലാമായ ആയുധം പോയതിൽ മനം മടുത്ത് മന്നപ്പൻ പൊതിച്ച തേങ്ങ ഒരെണ്ണം 2ആയി പകുത്ത് വാതിൽപ്പടിയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് കൂടിച്ചേരുന്ന കാലത്തെ ഞാനിവിടെ തിരിച്ചെത്തു. ആ വാശിക്ക് വീട് വിട്ടിറങ്ങിയ മന്നപ്പൻ മലകൾ കയറി നേരെ കുടകിലേക്ക് പോയി. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന തോറ്റം ചൊല്ലലിന് ശേഷം വിവിധതരം ആയുധങ്ങൾ വെച്ചുള്ള പയറ്റ് തുടങ്ങും. ചെണ്ടമേളത്തിൻ്റെയും തോറ്റപ്പാട്ടിൻ്റെയും അകമ്പടിയോടെ സാവധാനത്തിൽ തുടങ്ങുന്ന പയറ്റ് ഉറുമിയെടുക്കുമ്പോൾ അതിൻ്റെ ഭീകര രൂപത്തിലേക്ക് മാറും. നാടുവിട്ട് കുടകിലെ കതിവന്നൂരിലെത്തിയ മന്നപ്പൻ അവിടെയുള്ള അമ്മാവൻ്റെ അമ്മായിയുടെയും കൂടെ താമസിച്ചു.
കൂട്ടത്തിൽ അവരുടെ മകൻ അണ്ണുക്കനും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ കൃഷികളൊക്കെ ചെയ്ത് അവിടുത്തെ പാടത്തവൻ പൊന്നു വിളയിച്ചു. കണ്ണൂരിൽ നിന്ന് മല കയറി വന്ന ഒരുവൻ കുടകിൽ വിസ്മയങ്ങൾ തീർക്കുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ അവിടെ പടർന്നു. മന്ദപ്പന്റെ വരവോടെ അമ്മാവനും അമ്മായിക്കും വലിയ നേട്ടങ്ങളും സഹായവുമായി. അവരുടെ സ്വന്തം മകനായ അണ്ണുക്കനേക്കാൾ കൂടുതൽ കരുതൽ മന്ദപ്പൻ അവർ നൽകി. കൂട്ടത്തിൽ അവരുടെ സ്വത്തിന്റെ പാതി അവർ മന്ദപ്പന് നൽകി. ഒരു ദിവസം എള്ളാട്ടി എണ്ണ വിറ്റ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ചെമ്പരത്തി എന്നൊരു സ്ത്രീയെ മന്ദപ്പൻ കണ്ടുമുട്ടി. കണ്ടപാടെ മന്ദപ്പന് ചെമ്പരത്തിയോട് പ്രണയമൊക്കെ തോന്നി. ആ പ്രണയം ഒടുവിൽ എല്ലാവരുടെയും സമ്മതത്തോടെ വിവാഹത്തിലേക്കും എത്തി. വിവാഹശേഷം മന്ദപ്പൻ ചെമ്പരത്തിയുടെ വീട്ടിലേക്ക് താമസവും മാറി. അവരങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. സന്തോഷപൂർണ്ണമായിട്ടുള്ള വിവാഹ ജീവിതത്തിന് അധികം ആയുസൊന്നും ഇല്ലായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചെമ്പരത്തി മന്ദപ്പനോട് കലഹം ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ അവർക്കിടയിൽ ഇഷ്ടത്തെക്കാൾ കൂടുതൽ നീരസങ്ങൾ ഉണ്ടായി തുടങ്ങി. ഒടുവിൽ ഒരു ദിവസം കുടകിൽ എണ്ണക്കച്ചവടത്തിന് പോയ മന്ദപ്പൻ തിരിച്ചു വരാൻ വൈകി. ക്ഷീണം കാരണം വരുന്ന വഴിക്ക് ഒരു കാലിത്തൊഴുത്തിൽ കിടന്നുറങ്ങുകയും ചെയ്തു. നേരം പുലരാറായപ്പോഴാണ് മന്ദപ്പൻ ചെമ്പരത്തിയുടെ വീട്ടിലെത്തിയത്. എന്നാൽ അതിൽ ശുഭിതയായ ചെമ്പരത്തി വാതിൽ തുറക്കാൻ വിസമ്മതിച്ചു. കുറേ നേരം വിളിച്ചതിന് ശേഷം മന്ദപ്പൻ വാതിൽ ചവിട്ടി തുറന്നകത്ത് കയറി. സംശയം കൊണ്ട് കലി പൂണ്ടിരുന്ന ചെമ്പരത്തി ഇന്നലെ കൂടെ കിടന്നവളുടെ കൂടെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് മന്ദപ്പനെ ശാസിച്ചു. വിശന്നു വലഞ്ഞു വന്ന മന്ദപ്പൻ ചെമ്പരത്തിയോട് തനിക്ക് പാലും ചോറും തരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ കലി പൂണ്ടിരുന്ന ചെമ്പരത്തി പാലും ചോറും ഇല്ല, പകരം താൻ തന്റെ രക്തവും തലച്ചോറും എടുത്ത് ഭക്ഷിക്കുമെന്ന് ആക്രോശിച്ചു. കുറേ നേരത്തെ തർക്കങ്ങൾക്കൊടുവിൽ ചെമ്പരത്തി ചാണകം എടുത്ത് കൈ കഴുകാതെ അരിയെടുത്ത് അടുപ്പിലിട്ടു. ചോറിന് കൂട്ടാൻ കറി എന്താണെന്ന് ചോദിച്ച മന്ദപ്പനോട് നിന്നെ എത്ര കഷണങ്ങളാക്കി മുറിച്ച് വേണം കറി വെക്കേണ്ടതെന്ന് ചെമ്പരത്തി ചോദിച്ചു. അവസാനം ചോറുണ്ണുവാനായിട്ടിരുന്ന മന്ദപ്പൻ കണ്ടത് ദുശ്ശകനങ്ങളുടെ വരവായിരുന്നു. ആദ്യത്തെ ഉരുള എടുത്തപ്പോൾ അതിൽ കല്ലും തലമുടിയും നെല്ലും കണ്ടു. രണ്ടാമത്തെ ഉരുള കയ്യിൽ വെച്ച് രണ്ടായി പിളർന്നു. മൂന്നാമത്തെ ഉരുള എടുത്തപ്പോൾ ദൂരെ നിന്നും യുദ്ധത്തിനു വേണ്ടിയുള്ളൊരു കാഹളം കേട്ടു. തോറ്റം പാട്ടും പായറ്റും കഴിഞ്ഞ് കതിവന്നൂർ വീരന്റെ തെയ്യത്തിനായി കാത്തിരിക്കുമ്പോഴാണ് കുരുക്കൾ തെയ്യത്തിന്റെ രംഗപ്രവേശം. തീയ സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു കൂടാളിത്തറയിലെ കുഞ്ഞിരാമൻ കുരുക്കൾ. ചെറുപ്പം മുതലേ വിദ്യ അഭ്യസിക്കുന്നതിൽ പ്രഗത്ഭനായിരുന്നു കുഞ്ഞിരാമൻ. മാന്ത്രിക വിദ്യയിലും വ്യക്തമായ ജ്ഞാനം ഉണ്ടായിരുന്നു. 4 വേദവും 64 വിദ്യകളും 96 തത്വങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും പഠിച്ചെടുത്തതോടെ ഗുരുവായ എഴുത്തച്ഛൻ കുഞ്ഞിരാമന് കുരുക്കൾ എന്ന സ്ഥാനപ്പേര് നൽകി. വിദ്യാഭ്യാസത്തിന് ശേഷം സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയ കുരുക്കളുടെ മഹത്വം അറിഞ്ഞ് പല നാടുകളിൽ നിന്നും ആളുകൾ ചികിത്സയ്ക്ക് മറ്റുമായി എത്തിത്തുടങ്ങി. കുഞ്ഞിരാമന്റെ ആ ദിവ്യശക്തികൾ കാട്ടുതീ പോലെ പടർന്നു. എന്നാൽ ജാതിയിൽ താഴ്ന്ന ഒരാൾ വിദ്യ അഭ്യസിച്ച് സമൂഹത്തിൽ ഉന്നത തലത്തിലെത്തുന്നത് വിലക്കപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ കുരുക്കളുടെ ഈ പ്രസക്തി അദ്ദേഹത്തിന്റെ അച്ഛനിലും അമ്മയിലും ഭയമുണ്ടാക്കി. ജാതിയിൽ താണ ഒരുവൻ നാട്ടിലെങ്ങും അംഗീകരിക്കപ്പെടുന്നത് തമ്പുരാനെയും അധികാരിവർഗത്തെയും ചൊടിപ്പിക്കുമെന്ന് അവർ ഭയന്നു. അപ്പോഴാണ് അവിടുത്തെ കോലോത്ത് മന്നന് വിട്ടുമാറാത്ത ഒരു വ്യാധി ഉണ്ടാകുന്നത്. കോലോത്തെ വൈദ്യന്മാരും മന്ത്രവാദികളും ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഗുണമുണ്ടായില്ല. അപ്പോഴാണ് തമ്പുരാൻ കുഞ്ഞിരാമൻ കുരുക്കളെ പറ്റി അറിയുന്നത്. ഉടനെ തന്നെ ദൂതന്മാരെ വിട്ട് തമ്പുരാൻ കുരുക്കളെ കോലോത്തേക്ക് വിളിപ്പിച്ചു. കോലോത്തെത്തിയ കുരുക്കൾ ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ തമ്പുരാന്റെ അസുഖം ഭേദമാക്കി. കുരുക്കളിൽ സന്തുഷ്ടനായ തമ്പുരാൻ അദ്ദേഹത്തിന് പട്ടും വളയും കെട്ടും കിഴിയും പാരിതോഷികമായി കൊടുത്തു യാത്രയാക്കി. കുരുക്കൾ പോയി കഴിഞ്ഞപ്പോൾ മേൽജാതിയിൽ പിറക്കാത്ത ഒരാൾ ഇത്രത്തോളം പ്രസക്തനാകുന്നത് തമ്പുരാനെ മോശമായി ബാധിക്കുമെന്ന് കോലോത്ത് വൈദ്യന്മാരും മറ്റും പറഞ്ഞു തുടങ്ങി. എന്നാൽ പ്രജകളുടെ വിദ്യയിലും കഴിവിലുമൊക്കെ അഭിമാനം കൊണ്ട തമ്പുരാൻ അത് ചെവിക്കൊണ്ടില്ല. തമ്പുരാനെ വശത്താക്കാൻ സാധിക്കാത്ത വൈദ്യന്മാർ കുരുക്കളെ വീട്ടിലാക്കാനായി നിയോഗിച്ചവരെ വശത്താക്കി. തിരിച്ചു പോകും വഴി പൂഴാതിത്തറ കഴിഞ്ഞ് കൂട്ടുപോയവർ രണ്ടും ഉടവാളെടുത്ത് കുരുക്കളുടെ തല കൊയ്തു. അധികം താമസിക്കാതെ ആകാശത്തൊരു നക്ഷത്രം തെളിഞ്ഞു. ചതിയിൽ കൊല്ലപ്പെട്ട കുരുക്കളുടെ തെയ്യം കെട്ടിയാടിയതിനു ശേഷം ഇല്ലത്തിനു മുമ്പുള്ള ചെമ്പരത്തി തറയിൽ വിളക്കുകൾ അല്ലെങ്കിൽ പന്തങ്ങൾ തെളിയും. മന്ദപ്പന്റെ ചെങ്ങാതിമാരാണ് ആ പന്തങ്ങൾ ഓരോന്നും. ഗുരുവിൻ്റെ രംഗപ്രവേശനവും ആ ബലികർമ്മവും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ചെറിയൊരു ബ്രേക്കാണ്. വെളുപ്പിനെ 4:30 5 മണിയല്ല 5 മണിക്കാണ് നമ്മുടെ കതിവന്നൂർ വീരൻ തെയ്യം ഇവിടെ അരങ്ങേറുന്നത് കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊരു ബ്രേക്കുണ്ട്. സമയം 1:45 ആയിട്ടേ ഉള്ളൂ. ഒരു 3 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് അഗൈൻ വീണ്ടും തിരിച്ചു വന്നിട്ട് നമുക്ക് ആ തെയ്യം കവർ ചെയ്യാം.
ചെമ്പരത്തി വെച്ച് നീട്ടിയ ചോറിലെ 3-ാം ഉരുളയെടുത്തപ്പോൾ കേട്ട യുദ്ധകാഹളം മുന്താർമുടി കുടകരും കുടകിലെ മലയാളികളും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ആയിരുന്നു. കുടകിലെ മലയാളികളുടെ കൃഷികളും കന്നുകാലികളെയുമൊക്കെ കൊള്ളയടിക്കുന്നവരായിരുന്നു മുന്താർമുടി കുടകർ. അവർ പടയുമായി ആക്രമണത്തിനെത്തിയിരിക്കുന്നു. പടപ്പുറപ്പാട് കേട്ട് എടുത്ത ഭക്ഷണം പോലും പൂർത്തിയാക്കാതെ തൻ്റെ ആയുധങ്ങളുമായി മന്നപ്പൻ പടയ്ക്ക് പുറപ്പെടുവാൻ ചാടി എഴുന്നേറ്റു. ആ സമയത്ത് തല പോയി വാതിൽപ്പടിയിലിടിച്ച് ചോര വന്നു. അത് കണ്ട ചെമ്പരത്തി ഇതൊരു ദുസ്സൂചനയാണെന്നും യുദ്ധത്തിൽ മരണം ഉറപ്പാണെന്നും പറഞ്ഞു. മന്നപ്പൻ എല്ലാം കേട്ടു നിന്നു. അതുകൂടാതെ കലിപൂണ്ടു നിന്ന ചെമ്പരത്തി കുടകളുടെ കൈയാൽ താൻ വധിക്കപ്പെടട്ടെ എന്ന് മന്നപ്പനെ ശപിക്കുകയും ചെയ്തു. നിന്റെ ശാപം വലിക്കട്ടെ എന്നും പറഞ്ഞ് മന്നപ്പൻ യുദ്ധത്തിനിറങ്ങി. യുദ്ധകാഹളമൊക്കെ കേട്ട് കുടകരോട് പടവെട്ടുവാനായി മന്നപ്പൻ വീട് വിട്ടിറങ്ങി. ചെമ്പരത്തിയുടെ ശാപവാക്കുകൾ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട്. തന്റെ അമ്മാവന്റെ മകനായ അണ്ണുക്കനെയും മലയാളത്താന്മാരെയും കൂട്ടി മന്നപ്പൻ ധീരമായി പടപൊരുങ്ങി. കുടകിലെ മലയാളികൾക്ക് മന്നപ്പൻ ഒരു രക്ഷകനായി. യുദ്ധത്തിനിടയിൽ തന്റെ ചെറുവിരലും പീഠമോതിരവും നഷ്ടപ്പെട്ടതായി മന്നപ്പൻ മനസ്സിലാക്കി. മോതിരമില്ലാതെ വീട്ടിലേക്കില്ല എന്ന വാശിയുമായി തനിയെ പടവെട്ടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. പടവെട്ടിനിടയ്ക്ക് മറഞ്ഞു നിന്ന് അമ്പെയ്ത് ചതിയിലൂടെ കുടകർ മന്നപ്പനെ വധിച്ചു. അതേസമയം ശാപവാക്കുകളാൽ മൂടിക്കൊണ്ട് തന്റെ പ്രിയതമനെ യുദ്ധക്കളത്തിലേക്ക് വിട്ട ചെമ്പരത്തി ഒരു കാഴ്ച കണ്ട് ഞെട്ടി. തന്റെ വീടിന് മുറ്റത്തെ കദളിവാഴയിൽ മന്നപ്പന്റെ അറ്റുപോയ ചെറുവിരലും മോതിരവും. കുറ്റബോധത്താൽ നെഞ്ചു നേറിയ ചെമ്പരത്തി മന്നപ്പൻ മരണപ്പെട്ടു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തി. വാവിട്ട് കരയുവാൻ തുടങ്ങി. കുടകർ വെട്ടിയെരിഞ്ഞ് കഷണങ്ങളായി ചിതറിക്കിടക്കുന്ന മന്നപ്പന്റെ അടുത്തേക്ക് അണ്ണുക്കനും കൂട്ടരും പാഞ്ഞു നിന്നു. തങ്ങൾക്ക് വേണ്ടി ധീരമായി പടപൊരുതി മരണപ്പെട്ട മന്നപ്പന്റെ ശരീരഭാവങ്ങൾ അവർ അന്ത്യകർമ്മങ്ങൾക്കായി കൂട്ടിവെച്ചു. അവസാന യാത്രാമൊഴി നൽകിയ ശേഷം മന്നപ്പന്റെ ശരീരം ചിതയിലേക്ക് വെച്ചു, അഗ്നിക്ക് സമർപ്പിച്ചു. തീ ആളിക്കത്തിയ ഉടനെ ചെമ്പരത്തി ആകാശത്തേക്ക് നോക്കിയിട്ട് അതാ ഒരു നക്ഷത്രമെന്ന് കൂടെ നിന്നവരോട് പറഞ്ഞു. അവിടെയുള്ളവർ ആ നക്ഷത്രത്തിലേക്ക് നോക്കിയപ്പോൾ ചെമ്പരത്തി ചിതയിലേക്ക് എടുത്ത് ചാടി ജീവനൊടുക്കി തൻ്റെ പ്രിയതമൻ്റെ അടുത്തേക്ക് യാത്രയായി. ചതിച്ചു കൊല്ലപ്പെട്ട കുരുക്കളുടെ കൂട്ടത്തിൽ കതിവന്നൂരിൻ്റെ മണ്ണിൽ നിന്നും കുടകന്മാരാൽ ചതിച്ചു കൊല്ലപ്പെട്ട മന്നപ്പനും കൂടി ചേർന്നു. ചിലപ്പോൾ ആകാശത്ത് കാണുന്ന ആ നക്ഷത്രങ്ങൾ അവരായിരിക്കാം. ചിതയെല്ലാം എരിഞ്ഞു തീർന്ന് കർമ്മങ്ങൾക്കൊക്കെ ശേഷം പുഴയിൽ കുളിക്കാനിറങ്ങിയ അണ്ണുക്കനും കൂട്ടരും ദൂരെ ആവാന്തർമുടി പുഴയിലെ ഒരു കടവിൽ മന്നപ്പനും ചെമ്പരത്തിയും കുളിക്കുന്നത് കണ്ടു. ഓടിച്ചെന്ന് അവിടെ നോക്കിയപ്പോൾ അവരെ കാണുവാൻ സാധിച്ചില്ല. പകരം നനഞ്ഞ കല്ലു മാത്രമായിരുന്നു കാഴ്ച. തിരിച്ച് വീട്ടിലെത്തിയ അണ്ണുക്കന്റെ ശരീരത്തിൽ മന്നപ്പൻ വെളിച്ചപ്പെട്ടു. അങ്ങനെ അമ്മാവന് മന്നപ്പൻ ദൈവക്കരുവായി മാറിയെന്ന് മനസ്സിലായി. കണ്ണൂരിൽ നിന്ന് മലകൾ കയറി കുടകിലെത്തി അവിടുത്തെ വയലുകളിൽ പൊന്നു വിളയിച്ച് നാടിനെ രക്ഷിക്കാനായി കുടകരോട് പടപൊരുതി മരണമടഞ്ഞ് ദൈവക്കരുമായ മന്നപ്പനെ അവർ വീരൻ എന്ന് വിളിച്ചു. കതിവന്നൂർ വീരൻ.